എന്നോടും കൂടി പറയില്ല? ഇത് മാത്രം പറയില്ല അമ്മി. ചെറിയ കാര്യമൊന്നും ആവില്ല. ഞാൻ പറയട്ടെ. കുഞ്ഞുമാളൂന് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. വിവരം ഇവിടെ ആരോ വന്നു പറഞ്ഞു. നടക്കോ നടക്കില്ലേന്ന് അറിയാനല്ലേ? സത്യം പറഞ്ഞോളൂ. അല്ലേ അല്ല, കുട്ടിക്ക് ഒരിക്കലും ഊഹിക്കാൻ പറ്റില്ല. നോക്കൂ, ഞാനൊക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉറപ്പായിട്ട്. ഇപ്പൊ എന്നോടൊന്നും ചോദിക്കില്ലേ? അപ്പമാമെ കാണുമ്പോ ഞാൻ പറയണുണ്ട്, വേവോളം കാത്ത ആറോളം നിൽക്കാന്ന്. ഉദ്യോഗം ശരിയായോ, അവനൊരു താവളായോ ഒന്നും ഒരു വിചാരവും ഇല്ല. വരണ കത്തിലൊക്കെ ഒന്നേ എഴുതാനുള്ളൂ, രത്നത്തിന്റെ പുറമുറിക്കാര്യം. മറ്റുള്ളവരുടെ കാര്യം പോലെയാണോ ഇവിടുത്തെ കാര്യം? ആണായിട്ട് ഒരുത്തൻ മാത്രമേ ഉള്ളൂ. ഉദ്യോഗമോ മാസപ്പടിയോ ഒന്നുമില്ലാതെ കഴിഞ്ഞുകൂടാനുള്ള വകയുണ്ട്. അതുകൊണ്ടായിരിക്കും അപ്പമേനം ധൃതി കൂട്ടുന്നത്. ജോലിക്കാരത്തിന് വല്ലതും നോക്കണുണ്ടോ ദാസ? എന്റെ ഒരു ചങ്ങാതിയുടെ അച്ഛൻ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ പാസ്സായി കിട്ടണ്ടേ? ഒരു പേപ്പറ് വലിയ കുഴപ്പമായിരുന്നു കുറി. എപ്പോഴും സംശയ. ഇനി വിവരം അറിയുമ്പോ 1ാം ക്ലാസ് തന്നെ ഉണ്ടാവുകയും ചെയ്യും. അതാ അവന്റെ സ്വഭാവം. മനസ്സിനൊരു ഉറപ്പുമില്ല, പാവം. പരീക്ഷയുടെ കാര്യത്തില് എന്താ അത്ര പേടി? ഒരു പേപ്പറ് ആകെ തകരാറിലായിരുന്നു. സാരില്ല, ഒന്നും പറ്റില്ല. സംശയം ഉണ്ടെങ്കിൽ ഞാൻ തീർത്തുതരാം. ചിരിക്കണ്ട, ഇത് കളിയല്ല. അറിയാനൊക്കെ വഴിയുണ്ട്. ബോർഡ് ഓഫ് എക്സാമിനേഴ്സ് നീയോ? എന്താ പറഞ്ഞേ? മാർക്കിടുന്നത് നീ അല്ലല്ലോ. ഞാനിടണ്ട, എല്ലാം അറിയണ ഒരാളുണ്ടല്ലോ. ഉറങ്ങിക്കോളൂ. അമ്മണി, നേരത്തെ പ്രസവിച്ചു ഇന്നലെ രാത്രി. പിന്നെയും പെൺകുട്ടി. ഞാൻ ചെട്ടിച്ചിട്ട് അവിടെ പോയിട്ട് വരാ. ദാസേട്ടന് മുളകോപ്പടം ഇഷ്ടാത്രേ. വരണില്ലേ? കുട്ടിയെ കാണണ്ടേ? നല്ല നിറം, എന്ത് മുടിയശുണ്ടോ? ഞാൻ പിന്നെ വരാം, കുളിയും കൂടി കഴിഞ്ഞിട്ടില്ല. നിക്കൂ കുട്ടി, ഏട്ടൻ എന്തൊക്കെ തമാശ പറയച്ചുണ്ടോ? അമ്മണിക്ക് ഇംഗ്ലീഷ് അറിയോ? എന്തിനാ? കഷ്ണവും മുറിയൊക്കെ കേട്ടാൽ അറിയും. ഏട്ടൻ അതും ഇതൊക്കെ പറഞ്ഞു തരും. പഠിക്കാൻ പറയും. ഇനി ഇപ്പോഴാ പഠിപ്പ്. സ്വീറ്റ് എൻച്ച എന്താ? അത് മധുരമുള്ളതിനൊക്കെ പറയും. മിഠായി, ലഡു ഒക്കെ സ്വീറ്റാ. സേഫ് എൻച്ച എന്താ? സേഫ് സേഫ് അലമാരയ്ക്കാ പറയാൻ തോന്നുന്നു. നിന്നോട് ആരാ ഇംഗ്ലീഷിൽ ലെക്ചർ അടിക്കുന്നത്? ആരുമില്ല, വെറുതെ ചോദിക്കുക. പോട്ടെ കുട്ടി, സൂക്ഷിച്ചോ. ഇംഗ്ലീഷ് തുടങ്ങിയാ സൂക്ഷിച്ചോ. MA കാരനുള്ള വീടല്ലേ. വേറെ ചിലരുടെ ഇംഗ്ലീഷ് എന്റെ അടുത്തും കൂടുന്നുണ്ട്. ആരാ? തെറ്റായി വിചാരിക്കാൻ കൂടി പാടില്ലാത്തവരാന്ന് വെച്ചോളൂ. കുട്ടിക്ക് പ്രാന്താ. കുറച്ചൊരു എരിവും കൂടി വേണ്ടിയിരുന്നല്ലേ? അബോഗ്രെ, അച്ഛനേര് വന്നവിടെ. ഹരിദാസിനൊരു കമ്പി ഉണ്ടായിരുന്നു. ഇതാ കുട്ടി ശങ്കരമേനോൻ. ഇയാളാ തറവാട്ടിലെ ആളാ, ഇയാൾ കൊടുത്തോളും. മേനെ ഇതിലൊന്ന് ഒപ്പിടൂ. ഞാൻ എന്റെ ആയുസിനിടയിൽ കമ്പിയിൽ ഒപ്പിട്ടിട്ടില്ല, എന്നിട്ട് ഒപ്പിടാനും ചെയ്യാറില്ല. ആരാശോട്ടെ. അല്ല, ഹരിദാസ് മേനല്ലേ കമ്പിയാണ്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞാൽ ഒപ്പിടില്ല. ഇത് പുലിവാലായല്ലോ. ഒപ്പിട്. മനസ്സിലായ പറഞ്ഞാൽ മനസ്സിലാക്കണം. അച്ഛനായിരപ്പാണ്ട് പോയിട്ടുള്ളൂ. നിങ്ങൾ അയാളെ കൊടുത്താൽ മതി. ശരി, ഉപ്പ് കുറവാന്ന് തോന്നല്ലേ? അവക്കറ കുറച്ച് ഉപ്പിട്ട് കൊടുക്ക്. വേണ്ട.
അച്ഛനാരെ ഹരിദാസിന് ഒരു കമ്പിയുണ്ട്. കമ്പിയോ? അതെ, ഹരിദാസിനെ. ഇതിനൊന്ന് ഒപ്പിടോ? എനിക്ക് ഒപ്പിടാം. കമ്പിയല്ല, ആർക്കും ഒപ്പിടാം. ഓ, അച്ഛനാരെ കിഴക്കുംപാട്ട കറണ്ടിന്റെ ബില്ല് കെട്ടിയില്ലല്ലോ. ഓടോ ഓടുന്ന കരണ്ട് കമ്പിയാണ് ഹരിദാസന്. മാറ്. അച്ഛനാരെ അവിടെ ഒരു കാര്യം ഇപ്പൊ നേരമില്ല കുമാര, ഹരിദാസിന്റെ കമ്പി. അച്ഛന്മാരെ കിഴക്കമ്പാട്ടെ കൊയ്യാമോ? മാറി അവിടെ നിന്ന്, കൊയ്ത്തല്ല കമ്പി. മാറ്. ഓ, മാറുകയില്ല. ഹരിദാസൻ ജയിച്ചു. 1ാം ക്ലാസ് അതിലപ്പുറം ഉണ്ട്. അച്ഛന്മാരിപ്പൊ കമ്പി കൊണ്ടുവന്നു. എന്താ കുഞ്ഞുമാളു? അമ്മേ, നമുക്കിന്നൊരു പായസം വെക്ക. വേണ്ട കുട്ടി, അമ്പലത്തിന് പണപ്പായസത്തിന് അച്ഛന്മാരെ അതിൽ കാശ് കൊടുക്കാൻ പോവാ ഞാൻ. എന്റെ മോന്റെ മോൻ വന്നിട്ടുണ്ട്. 5-8 കൊല്ലായി അവന്റെ ഒരു വിവരവും ഇല്ല. ഇപ്പഴാ വരണേ. അവന് റൊട്ടിപ്പീടിയയില് പണിയാണ്. തള്ളയ്ക്ക് സഹായത്തിനൊരാളായല്ലോ. അവൻ ഇവിടെ നിന്ന് അലക്കിന് സഹായിക്കാൻ ആളായി. 4 ആളുടെ പണി ഒറ്റയ്ക്ക് ചെയ്യും. പക്ഷെ വന്ന് അങ്ങോട്ട് പോവാൻ തിരക്കൂട്ടുക. കുഞ്ഞുമാളു, ഒന്നിങ്ങോട്ട് വരൂ. കൈ ഒഴിഞ്ഞിട്ട് മതി. നിന്റെ അപ്പുട്ടേട്ടൻ വന്നിട്ടുണ്ട് കുഞ്ഞുമാളും. ആങ്ങള് പറയാണ് അവൻ ഇവിടെ തന്നെ നിർത്തുവാ നല്ലതെന്ന്. ആലോചിച്ചപ്പോ ഒരു വഴിയാ കണ്ടത്. ഇവളെ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. അപ്പൊ തന്നെ ഇവിടെ നിന്നോളും. അവൾക്ക് 10-17 വയസ്സായില്ലേ? അമ്മ ഉറങ്ങുന്നു. മോളിൽ വാ. എന്താ ഒരു ദുഃഖം? എന്തോ എനിക്ക് പേടിയാവുന്നു. എന്തിന്? നിനക്ക് ഞാനില്ലേ? അടുപ്പത്ത് ഞാൻ നോക്കാം. നീ വൈദ്യുതി എന്റെ സഹചരാതി തൈലം വാങ്ങിക്കൊണ്ട്. അച്ഛനായിരുന്നു വരണ്ടാവില്ല. മുകളിലേക്കുള്ള ചായ അത് ഞാൻ കൊടുക്കാം. ഇപ്പൊ വേണ്ട. പിന്നെപ്പോൾ? എപ്പോഴും. എനിക്ക് ഒരു ജോലി കൂടി ശരിയാകണം. അതിന് നിന്റെ കയ്യിൽ സ്പെഷ്യൽ പ്രാർത്ഥന വല്ലതും ഉണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ഉറുപ്പ് തരുമോ? എന്തിന്? ആവശ്യമുണ്ട്. ഇതൊന്നും വേണ്ട, ഒരു ഉറുപ്പ്യ മതി.
രാത്രി ഭഗവാനെ, കുട്ടിയുടെ പ്രാർത്ഥന എപ്പോഴും ഫലിക്കുമല്ലേ? എല്ലാം ഭഗവാൻ നിശ്ചയിക്കണ പോലെ വരും. ഞാൻ കുറെ പ്രാർത്ഥിച്ചു നോക്കി. എല്ലാ കണക്കും എപ്പോഴും തെറ്റിയിട്ടേ ഉള്ളൂ എനിക്ക്. എന്താ അമ്മണി? ഒന്നുമില്ല. ഞാൻ അക്കരയെന്ന എന്റെ ബന്ധത്തിലൊരു കുട്ടിയുണ്ട് ഇവിടെ ജോലിക്ക് നിൽക്കണം, ഒന്ന് കാണണം. എനിക്ക് നാട്ടിൽ നിൽക്കാൻ നേരമില്ല. ടൗണിൽ ബേക്കറിലെ ജോലി. എനിക്ക് ഉടനെ പോണം. അതിനു മുമ്പ് ഞങ്ങളുടെ ചില വീട്ടുകാര്യങ്ങൾ ശരിയാക്കണം. എനിക്ക് തിരക്കുണ്ട്. എനിക്കിവിടെ പണിയുണ്ടെന്ന് അമ്മ പറഞ്ഞാ മതി. ചെന്നിട്ട് വിവരം ചോദിക്ക്. കാണാൻ പറ്റില്ല എന്ന് ഞാൻ എങ്ങനെയാ പറയാ? ചിലപ്പോ ഒരു പെണ്ണ് കാണല് കൂടെ ആവൂ. ആരും അങ്ങനെ എന്നെ കാണണ്ട. അതൊക്കെ എല്ലാ പെൺകുട്ടികളും പറയാറുള്ളത് തന്നെയാ. ചെല്ല്. ആ, അയാൾക്ക് ചായയുടെ വെള്ളം കൊടുക്ക്. പിന്നെ ഉണ്ണാൻ നിക്കണുണ്ടേ ഉണ്ടോളാനും പറയൂ കേട്ടോ. കുഞ്ഞിമാളോ, ഞാൻ നാട്ടിലേക്ക് പോന്നു. വല്യമ്മ പറഞ്ഞു. നിനക്ക് ഇവിടെ സുഖാണോ? ഇവിടെ ആരൊക്കെയുണ്ട്? അധികം ആരുമില്ല. അമ്മയുണ്ട്, പിന്നെ ഇപ്പോ അമ്മയുടെ മകനും. ഓ, ഇപ്പൊ കണ്ട ആൾ. അവിടെ എനിക്ക് 15 രൂപയുടെ കാശ് കിട്ടും, ചിലപ്പോ 20. പക്ഷേ ഇനി പോണ്ടെന്ന് അച്ചമ്മയ്ക്ക് ശാഠ്യം. നിന്റെ അഭിപ്രായം അറിയണം. നീ എന്നാ അങ്ങോട്ട് വരണത്? അതറിഞ്ഞിട്ട് വരാനാ അച്ഛനും അച്ഛമ്മ എന്നെ അയച്ചത്. നീ എന്തോന്നും മിണ്ടാത്തെ? അമ്മയോട് ചോദിക്കണം. ഇവരുടെ സൗകര്യം നോക്കി എന്റെ കാര്യം തീരുമാനിക്കാൻ പറ്റില്ല. എനിക്ക് ടൗണിൽ കഴിഞ്ഞാൽ ഒരു പ്രയാസമില്ല. പിന്നെ ആ തള്ള പറയുമ്പോ പതുക്കെ ഇവിടെ കേൾക്കാൻ തക്കവണ്ണം ശബ്ദം മതി. വെള്ളിയാഴ്ച നീ അങ്ങോട്ട് വരണം. വരികയാണെങ്കിൽ താമസിച്ച ഞാൻ എന്റെ പാട്ടിന് പോവും. അച്ഛമ്മ എല്ലാം ആര് പറഞ്ഞാലും. ചായ വേണ്ട, ഞാൻ പീടിയെന്ന് കഴിച്ചോളാം. വെള്ളിയാഴ്ച കഴിയുമെങ്കിൽ അതിനു മുമ്പ്. ഞാൻ പോയില്ല. എന്നെ പറഞ്ഞേക്കരുത്. ഞാൻ ആരെയും പറഞ്ഞേക്കുന്നില്ല. അത് പറഞ്ഞോണ്ടായില്ല. നിന്റെ വീട്ടുകാരൊന്ന് വിളിച്ചോണ്ട് പോകുമ്പോൾ ഞങ്ങൾ എന്ത് പറയും? ഞാൻ ദാസേട്ടന്റെ അമ്മയുടെയും കൂടെ കഴിഞ്ഞോളാം. കിടക്ക്. എനിക്ക് പുലർച്ചെ പോകണം. ആ വണ്ടി തെറ്റിയാൽ ഇന്റർവ്യൂ പോവും. ഒന്നും പോയില്ല. ഒക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വീണ്ടും നിന്റെ നീലപ്പൂവിന്റെ കാര്യമായിരിക്കും നീ വിചാരിക്കുന്നത്. ഭഗവാൻ കണ്ണിൽ കാണിച്ചു തരുന്നല്ലേ. കിടക്ക്.
വല്യമ്മ പിന്നെയും വന്നു. പോയിക്കോളൂ കുട്ടി, പറഞ്ഞു കേട്ടേന്ന്. അയാൾക്കിപ്പോഴെന്താ ഇത്ര മോശം? നമ്മളൊക്കെ ഒരു പ്രായത്തില് ആകാശത്തുനിന്ന് ദേവന്മാർ ഇറങ്ങി വരുമെന്ന് വിചാരിച്ചിരിക്കും. ഒന്നും ഉണ്ടാവില്ല. വന്നത് കളഞ്ഞതിന് അവനോട് തന്നെ പിന്നെ ദുഃഖം തോന്നും. എന്റെ കാര്യം നോക്കൂ. വീട്ടിൽ ഒരു മിനിറ്റ് ഇരിക്കാൻ എനിക്കിഷ്ടമില്ലാണ്ടായിരിക്കുന്നു. ഞാൻ എവിടെ പോകാൻ? ദാസയുടെ ഇന്റർവ്യൂ കഴിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഞാൻ പോട്ടെ. കുഞ്ഞുമോളൂ, വല്യമ്മ പറഞ്ഞത് കേട്ടോളൂ കേട്ടോ. കുഞ്ഞുമോൾ അങ്ങോട്ട് മാറി നിൽക്ക്. ദാസൻ അറിഞ്ഞായി. വെളുത്തെടുത്ത ശകുനത്തിന് മോശമാണെന്നൊരു പ്രമാണമുണ്ട്. ജോലി പ്രവേശിച്ചിട്ട് വിവരത്തിന് എഴുതാമേ. വല്ല അച്ചാറോ മറ്റോ വേണമെങ്കിൽ എഴുതിയാ മതി, ഞാൻ കൊണ്ടുവന്ന് തരാം. കുറച്ച് വാഴക്കപ്പേരും കൂടി ആയിക്കോട്ടെ, കുറച്ച് പുട്ടും പയറും കൂടി ആയാലോ? കളിയാക്കേ. അമ്മാവന് വയറ്റുവേദന എങ്ങനെയുണ്ട്? വയറ്റുവേദന ഇപ്പോഴത്തെ റെസിപ്പി വെച്ച് നോക്കുമ്പോ ഒരു ഓപ്പറേഷനും കൂടി ആയ എന്തായിരിക്കും കഥ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. ഒന്നുകിൽ നാട് മുടിയും, അല്ലെങ്കിൽ ഞാൻ ചാവും. ട്രെയിൻ സമയമായി. അപ്പൊ പുറപ്പെട്ടോളൂ. തിരിയുന്നു കരുക്കളായി ചരാചരമിങ്ങാരുടെ നിത്യലീലയിൽ അരുളട്ടെ നമുക്കവൻ ശുഭം പരമേശൻ ഭവമുക്തിദായകൻ. എങ്ങട്ടാ? എങ്ങോട്ടുമില്ല. എന്താ കൂട്ടാൻ? മോളോഷ്യം. ദാസം പണി കിട്ടി പോയതിനു ശേഷം കൂട്ടാനൊക്കെ മോശമാവൂല്ലേ? പൊക്കോ പൊക്കോ പൊക്കോ. അമ്മ എവിടെ തങ്കം? ചെറിയമ്മയ്ക്ക് സുഖമില്ലാണ്ട് കിടക്കുക. എന്താ പനി? നീ വന്നില്ല. നിന്റെ അച്ഛമ്മയും കിടപ്പില്ല. എന്റെ അമ്മ മാത്ര ഇപ്പൊ അലക്ക്. ശമ്പളം വാങ്ങാൻ എക്കുറി വരാത്തപ്പോ എന്താന്ന് വിചാരിച്ചു. അച്ഛനാരെ അടുത്ത് കൊടുത്തയച്ചല്ലോ, കിട്ടിയില്ലേ? അതുകൊണ്ട് തീരെയൊന്നുമില്ല അവിടുത്തെ പ്രാരാബ്ദം. ഞാനൊരു ദിവസം വരാം അച്ഛമ്മയെ കാണാൻ. അങ്ങനെ വരണ്ട. ഞാൻ വിളിച്ചപ്പോ വരാത്തവര് അവിടെ വിരുന്നിന് വരണ്ട. ഞാനപ്പോ അവിടെ ചെലവ് നടത്തണേ. ഇനി ആ പടി കയറിയ
നിങ്ങൾക്കിപ്പോ ബോധമില്ലാണ്ടവരൊന്ന് പറയാണ്. നീ ഒരിക്കൽ വരും, അത് എനിക്കറിയാം. വലിയ വീട്ടിലെ പണിക്കാർത്തികൾ കിട്ടുന്ന പാണ്ഡം ചൂടുകൊണ്ട് നീ വരും. ആളുകള് കേൾക്കൂല. നിന്റെ തമ്പ്രാക്കന്മാരും എനിക്ക് ചെലവിനായിരുന്നില്ല. ഒരു കേട്ട സോപ്പ്, ഒരു നുള്ളു പൗഡർ, ഇതിന്റെയൊക്കെ വിലയല്ലേടി നിനക്ക് കൊള്ളൂ. അനാശം പറഞ്ഞാലുണ്ടല്ലോ, സ്വന്തം ബന്ധമൊന്നും ഞാൻ നോക്കില്ല. കാരണം പോണ്ടായിരുന്നു. ഓ അല്ല, ഈ വഴിയും കിഴക്കമ്പാട്ടുകാരുടെ വഴിയായിരിക്കും.